സുമേഷ്, ഈ റോസ്ലിനെ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? ചലഞ്ച് ഞാൻ പ്രധാനമായിട്ട് നേരിട്ടത് നമ്മളത് സമയത്ത് തീർക്കുക എന്നുള്ളത് ആയിരുന്നു. കാരണം നമുക്ക് സമയത്തിന് ഒരു ഇച്ചിരി കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമുക്ക് ഇതിന്റെ ഒരു OTT സീരീസുകളുടെ ഒരു ഷൂട്ടിംഗ് രീതി വെച്ചിട്ട് നമ്മൾ ആദ്യമേ നമ്പർ ഓഫ് ഡേയ്സും ബഡ്ജറ്റും ലോക്ക് ചെയ്യും. അത് ഫ്ലെക്സിബിൾ അല്ല ഒട്ടും. ഞങ്ങൾ ഈ കഥയുമായിട്ട് ആക്ച്വലി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി. അപ്പൊ ആ 3-4 വർഷം കൊണ്ട് തന്നെ ഇതിന്റെ ഏറെക്കുറെ എല്ലാ ഏറ്റക്കുറച്ചിലുകളും നമ്മൾ മനഃപ്പാടമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരുന്നത് കാരണം ആ ഏരിയയിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആക്ച്വലി ഈ ചലഞ്ച് എന്ന് പറയാൻ നേരം ഇതായിരുന്നു ഞങ്ങളുടെ പ്രധാന ചലഞ്ച്. വിനീതിനെ മീനയൊക്കെ കാസ്റ്റ് ചെയ്തില്ലേ? അതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? വിനീത് സാറും ബീന മാമിലേക്കൊക്കെ എത്തുന്നത് കണ്ടവർക്ക് അറിയാം. ക്യാരക്ടേഴ്സിന് ഓരോ പർപ്പസ് ഉണ്ടായിരുന്നു ആ കാസ്റ്റിങ്ങിന്. പിന്നെ പ്ലാറ്റ്ഫോമിനോട് സജസ്റ്റ് ചെയ്യാൻ നേരം നമുക്ക് ഒരാൾ മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. അവരുടെ ഒരു പൈപ്പ് ലൈൻ വെച്ചിട്ട് നമ്മൾ ഒന്നിലധികം ഓപ്ഷൻസ് വേണം. പക്ഷെ നമ്മുടെ പ്രിഫറൻസ് നമുക്ക് പറയാം. നമ്മുടെയൊക്കെ ഫസ്റ്റ് പ്രിഫറൻസുകൾ തന്നെയാണ് അവർ അപ്രൂവലായി കിട്ടിയത്. സഞ്ജനയാണെങ്കിലും ഹക്കിമാണെങ്കിലും ഒക്കെ അങ്ങനെയായിരുന്നു. റോസ് എങ്ങനെയാണ് ഈ ക്യാരക്ടറിലോട്ട് ഇങ്ങനെ കയറിയത്? ആക്ച്വലി ഭയങ്കര പേടിയുണ്ടായിരുന്നു ആദ്യം. സുമേഷ് ചേട്ടനും വിനായക് ചേട്ടനും എന്നെ അപ്രോച്ച് ചെയ്ത സമയത്ത്. ചെറിയ പറ്റിയാണ് പേടി? അല്ലല്ല, മൊത്തത്തിൽ എങ്ങനെ ഇത് മുന്നോട്ട്, ലൈക്ക് ഞാൻ പിവറ്റൽ ക്യാരക്ടർ ആയ കാരണം ആ 6 എപ്പിസോഡിലും ഐ വാസ് വെരി സ്കേർഡ്. ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ, ആ കണക്ഷൻ നിലനിർത്താൻ പറ്റുമോ അവസാന എപ്പിസോഡ് വരെ. അപ്പോൾ ആ ഒരു ചെറിയ പേടി ബോഡി ലാംഗ്വേജ് ഉണ്ട്. സഞ്ജന എന്നുള്ളൊരു ആളെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യസ്തമായ ബോഡി ലാംഗ്വേജ് ആണ്. ഒരു ആങ്ഷ്യസ് ക്യാരക്ടർ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഒബ്സർവേഷൻ ഉള്ളൊരു ആളാണ് റോസ്ലിൻ എന്ന് പറഞ്ഞ. ഭയങ്കര ഒബ്സർവേഷൻ ഉള്ള ഒരാളാണ് ഇപ്പുറത്തിരിക്കുന്നത്. എന്റെ എന്നെയാണോ? ഭയങ്കര ഒബ്സർവേഷൻ ആണ്. അപ്പൊ അതുപോലെ ഒബ്സർവേഷൻ ഉണ്ടെന്ന് മനസ്സിലായിപ്പം. അതെ, വേറെ ആരും കാണാത്ത കാര്യങ്ങള് റോസ്ലിനാണ് ആക്ച്വലി. അല്ല MJ സർ, ഞാൻ ആലോചിക്കായിരുന്നു മധുചേട്ടന്റെ വീട്ടില് ഫുൾ ഓഫ് സ്റ്റാർസ്, സ്റ്റാർ സ്റ്റഡഡ് ആണ് മധുചേട്ടൻ, പിന്നെ ശ്രീശാന്ത് ഏട്ടൻ, പിന്നെ ആരൊക്കെയാ? റോസിന്റെ ഫാദർ ഇസ് ക്രിക്കറ്റ് പ്ലെയർ, പിന്നെ ക്ലബിന്റെ കോച്ചാണ്. പിന്നെ എന്റെ അമ്മായി ഒരു ആക്ടറാണ്. അമ്മായി ആക്ടറാണ് മധുചേട്ടാ. അമ്മായി എന്ന് ഉദ്ദേശിച്ച ദിവ്യയുടെ ചേച്ചി. യെസ്, ആക്ടറാണ്. രണ്ട് അമ്മായിമാരുണ്ട്, പിന്നെ ഒരു ചെറിയച്ഛനും, അതാണ് ശ്രീശാന്ത്. മധുമാമ. അപ്പൊ എന്തായാലും സുമേഷിനും വിനായകനും സോനയ്ക്കും എല്ലാവിധമായ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. അതെ, അടുത്ത പാർട്ട് ഉടനെ പ്രതീക്ഷിക്കുന്നു. അതെ, താങ്ക് യു.